ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാ രാമേട്ട, എനിക്ക് ഏതെങ്കിലും ഒരു വണ്ടി അറേഞ്ച് ചെയ്തതാ. ഞാൻ നോക്കട്ടെ മോളെ, ഏതെങ്കിലും വണ്ടി വന്ന മോള് കൈ കാണിച്ചോ. ഈശ്വരൻ നമ്മളെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു തീരാ ദുഃഖമായി പിന്നീട് മാറാൻ ഇടവരരുത്. അതിനുവേണ്ടി മക്കളെ കൊണ്ട് വേണ്ടത് ചെയ്യിക്കണം. ആനു, മാഡം പ്രോഗ്രാമിന്റെ കാര്യം മറന്നു പോകരുത്. ഇല്ലനു, ഞാൻ എന്താ ഇറങ്ങി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അമ്മ. അവിടെ മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങ്, അതുകൊണ്ട് തന്നെ ഒരു സ്വര്യവും നമുക്ക് തരില്ല. എന്ന മോള് ചെല്ല്, ഇനി വൈകിക്കണ്ട. എന്റെ കുട്ടിക്ക് എല്ലാം തരണം ചെയ്യാനുള്ള കരുത്ത് കൊടുക്കണേ ഭഗവാനെ. വലിയ നല്ല വേദനയുണ്ടോ? അയ്യോ, അമ്മ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. എന്താ ശാരദാമ്മേ ആലോചിച്ച് വല്ലാതെ നിൽക്കുന്നത്? ഇനി ശാലിനി എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പോക്ക. ഇവിടം വരെ വന്നിട്ടൊന്ന് അകത്തേക്ക് പോലും കയറിയില്ല. ഉത്തരവാദിത്തപ്പെട്ടൊരു പദവിയിലിരിക്കുമ്പോ അങ്ങനെയാ ശാരദാമ്മേ. നമ്മുടെ സ്വന്തം കാര്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അവരുടെ ജോലിക്ക് തന്നെയാ. നമ്മുടെ മകളോ മകനോ എന്നതല്ല, നമ്മളെക്കാൾ അധികാരമാണ് അവർക്ക് ജനങ്ങളിലുള്ളത്. അത് പാലിക്കാനായി നമ്മുടെ പല ഇഷ്ടാനിഷ്ടങ്ങളും ഒഴിവാക്കേണ്ടി വരും. അതിൽ പരിതപിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. അതവര് കാണിക്കണ്ടേ. അതാണ് അവരുടെ ജോലിയോടുള്ള കൂറ്. നല്ല വേദന മോളെ, വേദന കൂടിക്കൊണ്ടിരിക്കുക. അയ്യോ, അമ്മ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. നമ്മളിപ്പോ എന്താ ചെയ്യാ? വലിയേച്ചി, ഒരു മിനിറ്റ്. അല്ല വലിയേച്ചി ഒരു മിനിറ്റ് ഇവിടെ ഇരിക്ക. വണ്ടി ഏതെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അല്ല, ഹോട്ടലിലാളില്ലേ, എനിക്കൊരു ചായ കിട്ടിയാ കൊള്ളായിരുന്നു. സാർ, ശാരികയുണ്ട്. സാർ അങ്ങോട്ടിരിക്കെ, ഞാൻ വരാം. ശരി. അമ്മേ, വലിയേച്ചിക്ക് സുഖമില്ലെന്ന് തോന്നുന്നു. എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്. ചതിച്ചോ ഭഗവാനെ. അല്ല, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എന്താ എന്താ നിനക്ക് പറ്റിയേ? ഞാനിപ്പോ മരിച്ചു അമ്മ. എന്നെ എവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോ. അയ്യോ, മോള് കരയാതെ. ഞാന് ഡോക്ടറെ വിളിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഷാമേ, നോക്ക്. അമ്മ, വലിയേച്ചി എന്തേലും വേണം? വേണ്ട മോളെ, എനിക്കൊന്നും വേണ്ട. കുറുപ്പ് സാറേ, കുറുപ്പ് സാറേ. ആ, എന്താ എന്താ ശാരദാമ്മേ? എന്താ ശാരദാമ്മേ? സാറേ, അത് പിന്നെ ശാരിക്ക് എന്തോ അസ്വസ്ഥത. ഏതെങ്കിലും ഒരു ഡോക്ടർ ഒന്ന് വിളിച്ചോണ്ട് വരാമോ? അതിനെന്താ, ഞാനിപ്പോ വിളിച്ചോണ്ടുവരാം. ഈശ്വര, എന്റെ ദേവി, എന്റെ കുഞ്ഞിനൊരാപത്ത് വരുത്തല്ലേ. രാമേട്ട, ഒരല്പം സ്പീഡിൽ വിട്ടോ. ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് അവിടെ എത്തണം. ശരി മോളെ, ഞാൻ മാക്സിമം സ്പീഡിൽ തന്നെ വിടുന്നത്. വണ്ടിക്ക് ചെറിയൊരു വലിവ് കുറവുണ്ട്. കുറച്ചപ്പുറം മാറിയൊരു വഴിയുണ്ട്, അതിലൂടെ നമുക്ക് കയറാം. ഒരു 2-3 കിലോമീറ്റർ ലാഭിക്കാം.
എങ്ങനെയായാലും വേണ്ടില്ല, എന്നെ ഒന്ന് അവിടെ എത്തിച്ചാ മതി. ആ മിനിസ്റ്റർ പങ്കെടുക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ജോൺ അബ്രഹാം നോക്കിയിരിക്കുക. ശരിയാ, ആ സാറ് മോക്കൊരു തലവേദന തന്നെ. ഈ വഴി വണ്ടികളൊന്നും വരാറില്ല, അതുകൊണ്ട് ബ്ലോക്കും കുറവായിരിക്കും. നമുക്ക് സമയത്തിന് അങ്ങ് എത്തുകയും ചെയ്യാം. ആ രാമേട്ട, ഇനിയിപ്പോ കളക്ടറേറ്റിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു 6 കിലോമീറ്റർ കഷ്ടിയെ കാണൂ. അപ്പൊ പിന്നെ കറക്റ്റ് മീറ്റിംഗ് തുടങ്ങുന്നതിന് 2-3 മിനിറ്റ് മുമ്പ് എത്താൻ പറ്റും. അത് മതി. എന്താ രാമേട്ട? ഞാൻ പറഞ്ഞില്ലേ മോളെ, വണ്ടിക്കൊരു വലിവ് കുറവുണ്ടെന്ന്. ഈശ്വരാ, എന്തോ പണി കിട്ടിയെന്ന് തോന്നുന്നു. നമ്മുടെ കണക്കൂട്ടലൊക്കെ തെറ്റാണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് വേഗമാവട്ടെ. ഞാനൊന്ന് നോക്കട്ടെ മോളെ. ആനോ, മാഡം എവിടെ എത്തി? ഞങ്ങൾ എളുപ്പം എത്താൻ വേണ്ടി ഒരു ഇടവഴി കയറിയതാ. ഇതിപ്പോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. രാമേട്ട അത് നോക്കിക്കൊണ്ടിരിക്കുക. മാഡം അത് കുഴപ്പമാണല്ലോ. എടിയും 1-2 വട്ടം മാഡം ഇതുവരെ എത്തിയില്ലെന്ന് ചോദിച്ചു. റവന്യൂ മിനിസ്റ്റർ വരുന്നതുകൊണ്ട് ജോൺ സാറ് വലിയ ഉത്സാഹത്തിലാ. മാഡത്തിനെതിരെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ജോൺ സാർ ഓടിപ്പാഞ്ഞ് നടക്കുക. ഇതിപ്പം മറ്റേതെങ്കിലും വാഹനത്തിൽ വരാന്ന് വെച്ചാ ഇതുവഴി വേറെ വാഹനമൊന്നും വരുന്നുമില്ല. പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അനു, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ, ഞാൻ വിളിക്കാം. ആ രാമേട്ട, എന്തെങ്കിലും രക്ഷയുണ്ടോ? ഞാനൊന്ന് സ്റ്റാർട്ടാക്കി നോക്കട്ടെ. എന്താ രാമേട്ട? മോളെ, ഇത് ഫ്യൂവൽ പമ്പിന്റെ കുഴപ്പമാണ്. മെക്കാനിക്ക് വന്നാലേ നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. എന്നാ രാമേട്ട, എനിക്ക് ഏതെങ്കിലും ഒരു വണ്ടി അറേഞ്ച് ചെയ്തതാ. ഞാൻ നോക്കട്ടെ മോളെ, ഏതെങ്കിലും വണ്ടി വന്ന മോള് കൈ കാണിച്ചോ. വിഷ്ണുവേട്ടൻ